സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഐറ്റം കുറുക്ക് കാളൻ. ഞങ്ങളെങ്ങനെയാണോ കുറുക്ക് കാളൻ വെക്കുന്ന ആ രീതിയായിട്ട് ഇവിടെ കാണിക്കുന്നത്. സദ്യയിൽ ഈ കാള നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാം. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പ്, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ചേന ആദ്യം 1/4 ഭാഗം വേവിക്കട്ടെ. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ചേന 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ പച്ചക്കായും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി സാധാരണ ആരും ചേർക്കാറില്ല, പക്ഷെ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. വെള്ളം വറ്റി വെന്ത് വന്നിട്ടുള്ള കഷ്ണത്തിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കൊരു 1 കപ്പ് നല്ല പുളിയുള്ള തൈര് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്ത് അതും കൂടി ചേർത്ത് ചെറു തീയിലിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം. പുളി ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറുക്കുകൾ സെറ്റ് ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കടുകും വറ്റൽമുളകും ഉലുവയും കറിവേപ്പിലും കൂടി പൊട്ടിച്ച് താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുക്കുകൾ സെറ്റ് ആയിട്ടാണ്. ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ കുറുക്കുകളുടെ ശരിക്കുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. പിന്നെ നേന്ത്രക്കായുടെ തൊലി കളഞ്ഞിട്ടാണോ കളയാണ്ടാണോ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു.